ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനായാലോ? പടവലങ്ങ കൊണ്ടുള്ള ഒരു തോരനാണേ. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പടവലങ്ങയുടെ പകുതി, ഒരു സബോള, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതൊക്കെ അരിഞ്ഞെടുക്കാം. കനം കുറഞ്ഞ് വേണേ പടവലങ്ങ അരിഞ്ഞെടുക്കാൻ. അതേപോലെ സവോളയും കനം കുറഞ്ഞാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്. പടവലങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് ഈ രീതിയിലൊന്ന് തോരൻ വെച്ച് കൊടുക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. 5 മിനിറ്റൊക്കെ മതി കേട്ടോ ഈ തോരൻ റെഡിയാക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടേ. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. പരിപ്പ് ചേർത്ത പടവലങ്ങ തോരൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മാത്രം തളിച്ചു കൊടുക്കാം. വെള്ളം കൂടിയാൽ ആകെ കുഴഞ്ഞു പോകും. ഇത് ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി കൊടുക്കണേ. എല്ലാതും ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ ഈ തുറക്കുന്നത് ഞാനും ഇളക്കുന്നത് അമ്മയുമാണ്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. പടവലങ്ങ ഒരു 1/4 വേവാകുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരകിയ തേങ്ങയാണേ. അടച്ചു വെച്ച് അല്പസമയത്തിന് ശേഷം ഇളക്കി കൊടുക്കാം. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. തോരൻ റെഡിയായി കഴിയുമ്പോൾ 1 മിനിറ്റ് തുറന്നു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. പുതിയൊരു വീഡിയോ ഇട്ട് വരാം. അതുവരെ ബൈ.